നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ 6ാം ആഴ്ചയും ഇന്ത്യൻ വിപണി നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏപ്രിൽ 2-ന് ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഏകദിന നേട്ടം ഇന്ത്യൻ രൂപ കൈവരിച്ചതും IT ഓഹരികളുടെ കരുത്തും നിഫ്റ്റിയെ 22,700 മുകളിൽ എത്തിച്ചു. വിപണി നഷ്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചത്. വ്യാപാരത്തിലുടനീളം തുടർന്ന വിൽപ്പനാ സമ്മർദ്ദം നിഫ്റ്റിയെ 22,200 താഴേക്ക് തള്ളുകയും ഇൻട്രാഡേയിൽ 22,182 എന്ന താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ അവസാന മണിക്കൂറിലുണ്ടായ ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് സൂചികകളെ അന്നത്തെ നഷ്ടങ്ങളെല്ലാം മറികടന്ന് ഉയർന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ സഹായിച്ചു. തുടർന്ന് സെൻസെക്സ് 185 പോയിന്റ് അഥവാ 0.25% ഉയർന്ന് 73,319.55 നിഫ്റ്റി 33 പോയിന്റ് അഥവാ 0.15% ഉയർന്ന് 22,713 എത്തി. രൂപയുടെ മൂല്യത്തിലെ ചാഞ്ചാട്ടം കുറയ്ക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അധിക നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് 12 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുതിപ്പ് രൂപ രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ചത്തെ ക്ലോസിംഗ് നിരക്കായി 94 രൂപ 83 പൈസയിൽ നിന്നും 173 പൈസ കരുത്താർജിച്ച് 93 രൂപ 10 പൈസ എന്ന നിരക്കിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. വരുന്ന ആഴ്ച 4ാം പാദ ഫലങ്ങൾ ആരംഭിക്കുന്നതടക്കമുള്ള ധാരാളം ഇവന്റുകൾ വിപണിയെ കാത്തിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടുത്ത ആഴ്ച വിപണിയിലേക്ക് പരിഗണിക്കാവുന്ന 2 ഓഹരികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ കമ്പനി കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് ആണ്. ചെന്നൈ ആസ്ഥാനമായി മുരുകപ്പ ഗ്രൂപ്പിന്റെ ഭാഗമായ കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനി അബ്രസീവ്സ്, സെറാമിക്സ്, റിഫ്രാക്ടറികൾ, ഇലക്ട്രോ മിനറലുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയാണ്. 16,268 കോടി രൂപ വിപണി മൂലധനമുള്ള ഈ കമ്പനിയുടെ ഓഹരി നിലവിൽ 854 രൂപ നിരക്കിലാണ് വ്യാപാരം നടത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1,088 രൂപ വരെ ഉയർന്ന ഓഹരി വില 735 രൂപ വരെ താഴുകയുണ്ടായി. കമ്പനിയുടെ PE അനുപാതം നിലവിൽ 67 ടൈംസ് ആണ്. ഇത് ഇൻഡസ്ട്രി PEയേക്കാൾ അല്പം കൂടുതലാണെന്ന് കാണാം. 197 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 0.47%. കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ പരിശോധിക്കുമ്പോൾ 16.1% ROCയും 10.8% ROEയും ഉണ്ട്. കടബാധ്യതകൾ താരതമ്യേന കുറവാണ്. 308 കോടി രൂപയാണ് ആകെയുള്ള കടം. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.08 ആയിട്ടാണ് തുടരുന്നത്. 16,116 കോടി രൂപ എന്റർപ്രൈസ് വാല്യൂ ഉള്ള കമ്പനിയിൽ 38.9% ഓഹരികൾ പ്രൊമോട്ടർമാരുടെ കൈവശമാണ്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കനുസരിച്ച് വിൽപ്പനയിൽ 13.5% വളർച്ചയും ലാഭത്തിൽ 6.03% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ 3 വർഷത്തെ നിക്ഷേപ റിട്ടേൺ -4.86% ആണ്. 2022 ഡിസംബർ മുതൽ 2025 ഡിസംബർ വരെയുള്ള കമ്പനിയുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട്സ് നോക്കുമ്പോൾ വിൽപ്പനയിലും ലാഭത്തിലും പ്രകടമായ മാറ്റങ്ങൾ കാണാം. 2022 ഡിസംബറിൽ 1,187 കോടി രൂപയായിരുന്ന സെയിൽസ് ക്രമാനുഗതമായി വർദ്ധിച്ച് 2025 ഡിസംബറിൽ 1,291 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. 2024 ഡിസംബർ പാദത്തിലാണ് ഏറ്റവും ഉയർന്ന വിൽപ്പന കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവർത്തന ലാഭം ശ്രദ്ധിച്ചാൽ 2024 മാർച്ചിൽ 209 കോടി രൂപ എന്ന ഉയർന്ന നിലയിൽ എത്തിയെങ്കിലും പിന്നീട് കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. 2025 ഡിസംബറിൽ ഇത് 157 കോടി രൂപയാണ്. പ്രവർത്തന ലാഭം മാർജിൻ 17% നിന്ന് 12% താഴ്ന്നു. നികുതിക്ക് മുൻപുള്ള ലാഭത്തിലും അറ്റാദായത്തിലും സമാനമായ ഇടിവ് ദൃശ്യമാണ്. 2024 മാർച്ചിൽ 143 കോടി രൂപയുടെ അറ്റാദായം നേടിയ കമ്പനിക്ക് 2025 ഡിസംബർ പാദത്തിൽ 73 കോടി രൂപ മാത്രമേ നേടാനായുള്ളൂ. 2025 മാർച്ചിൽ ടാക്സ് ശതമാനം 71% ഉയർന്നത് ആ പാദത്തിലെ ലാഭത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രതി ഓഹരി വരുമാനം അഥവാ ഏർണിംഗ്സ് പെർ ഷെയർ 2024 മാർച്ചിലെ 7.09 രൂപയിൽ നിന്നും 2025 ഡിസംബറിൽ 3.99 രൂപയായി കുറഞ്ഞിട്ടുമുണ്ട്. മൊത്തത്തിൽ വിൽപ്പനയിൽ നേരിയ വളർച്ച നിലനിർത്തുമ്പോഴും ലാഭക്ഷമത നിലനിർത്തുന്നതിൽ കമ്പനി വെല്ലുവിളി നേരിടുന്നതായി കാണാം. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പരിശോധിക്കുമ്പോൾ വരുമാനത്തിൽ ഗണ്യമായ വളർച്ച പ്രകടമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ വിൽപ്പന 2,118 കോടി രൂപയിൽ നിന്നും 5,025 കോടി രൂപയായി ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പ്രവർത്തന ലാഭം 286 കോടി രൂപയിൽ നിന്നും 581 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. പ്രവർത്തന ലാഭ മാർജിൻ ആകട്ടെ 11% മുതൽ 18% വരെയുള്ള പരിധിയിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ശ്രദ്ധേയമായ കാര്യമാണ്. ലാഭക്ഷമതയുടെ കാര്യത്തിലും കമ്പനി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നികുതിക്ക് മുൻപുള്ള ലാഭം 154 കോടി രൂപയിൽ നിന്നും 416 കോടി രൂപയായും അറ്റാദായം 95 കോടി രൂപയിൽ നിന്നും 238 കോടി രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്.
എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലാഭത്തിൽ നേരിയ കുറവ് വന്നിട്ടുള്ളതായിട്ടും കാണാം. പ്രതി ഓഹരി വരുമാനം അഥവാ ഏർണിംഗ്സ് പെർ ഷെയർ 4.87 രൂപയിൽ നിന്നും 24 രൂപ 24 പൈസ വരെ ഉയർന്നെങ്കിലും നിലവിലത് 12 രൂപ 68 പൈസയിലാണ് നിൽക്കുന്നത്. ലാഭത്തിന്റെ ഏകദേശം 16 മുതൽ 26% വരെ ഡിവിഡൻഡായി കമ്പനി നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്. ഏതായാലും കമ്പനിയുടെ ടെക്നിക്കൽസ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. നമ്മളിവിടെ കാർബോറണ്ടം യൂണിവേഴ്സൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ഓൾറെഡി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു 2025 ഡിസംബർ ലാസ്റ്റ് വീക്കോടുകൂടി ഈ ഒരു സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് വന്നതാണ്. അതിനുശേഷം വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടായി ആ ഒരു റേഞ്ചിൽ നിന്ന് താഴേക്ക് കുറച്ച് വന്നു. ഈ ഒരു ഡൗൺവേർഡ് ചാനലിനെ റെസ്പെക്റ്റ് ചെയ്താണ് സ്റ്റോക്ക് താഴേക്ക് വന്നത്. ഈ ഒരു ഡേ മാർച്ച് 24-ാം തീയതി അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് ലഭിച്ചതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ലാസ്റ്റ് വീക്കിൽ വിപണിയിൽ സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടായിരുന്നപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള റിട്ടേൺ സ്റ്റോക്ക് കൊടുത്തതായിട്ട് നമുക്ക് ക്യാൻഡിൽസിൽ നിന്ന് മനസ്സിലാക്കാം. ലാസ്റ്റ് തേഴ്സ്ഡേ മാത്രം 6.42% റിട്ടേൺ ആണ് സ്റ്റോക്ക് കൊടുത്തത്. ഈ ഒരു മാരുബൂസോ ക്യാൻഡിലിൻ്റെ ഹയർ ലെവൽസ് 854 രൂപ, അതേപോലെ 862 രൂപ നിലവാരങ്ങൾ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ നിലവാരം 789 രൂപയിൽ നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ മൂവിങ് ആവറേജ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഡ്രോയിങ്സ് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിവിടെ ഷോർട്ടായിട്ടുള്ളൊരു മൂവിങ് ആവറേജ് ആദ്യം അപ്ലൈ ചെയ്യാം. EMA 5 ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ബ്ലൂ ലൈനാണ് EMA 5 എന്നുള്ളത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ലാസ്റ്റ് തേഴ്സ്ഡേ അതേപോലെ അതിന് മുമ്പ് വെനസ്ഡേ ഒക്കെ തന്നെ EMA 5 ആണ് സ്റ്റോക്കിൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു മൂവിങ് ആവറേജും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റെഡ് ലൈൻ എന്നുള്ളത് EMA 21 ആണ്. ഈ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വെനസ്ഡേ EMA 5 EMA 21 ക്രോസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ക്രോസ് ഓവറാണ്. ആ ഒരു പവറിലാണ് നെക്സ്റ്റ് ഡേ സ്റ്റോക്കിലൊരു ഹൈ മൂവ്മെൻറ്റ് ഉണ്ടായത് എന്ന് നമുക്കിവിടെ വിസിബിളാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പിവറ്റ് പോയിൻറ്റ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പൊതുവേ ലൈവ് മാർക്കറ്റിലാണ് പിവറ്റ് പോയിൻറ്റ്സ് നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക. എന്നാലും ലെവൽ അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ പിവറ്റ് പോയിൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു പിവറ്റ് ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് റെസിസ്റ്റൻസ് നേരിട്ടിരിക്കുന്നത്. ലാസ്റ്റ് തേഴ്സ്ഡേ എന്ന് വിസിബിളാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽസും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ നമുക്ക് കാണാം ലാസ്റ്റ് വീക്കിൽ. അതിന് മുമ്പുള്ള ഒരു 1.5 മാസത്തെ ക്യാൻഡിൽസിനെ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തതായിട്ട് കാണാം. ഇത്തരത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. അടുത്ത ഓഹരി ഇൻഫോസിസ് ആണ്. ഏകദേശം 5,27,551 കോടി രൂപ വിപണി മൂല്യമുള്ള ഇൻഫോസിസ് നിലവിൽ 1,301 രൂപ നിരക്കിലാണ് വ്യാപാരം നടത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1,728 രൂപ വരെ ഉയർന്ന ഓഹരി വില 1,215 രൂപ വരെ താഴുകയുണ്ടായി. കമ്പനിയുടെ PE അനുപാതം 18.3 മടങ്ങാണ്. ഇൻഡസ്ട്രി PEയേക്കാൾ നിലവിൽ അത് കുറവായതിനാൽ ആകർഷകമായ വിലയിൽ ലഭ്യമാണെന്ന് കരുതാം. കൂടാതെ 3.31% എന്ന മികച്ച ഡിവിഡൻഡ് യീൽഡും ഓഹരി ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ അങ്ങേയറ്റം ശക്തമാണ്. 37.5% ROCയും 28.8% ROE എന്നിവ കമ്പനിയുടെ മികച്ച ലാഭക്ഷമതയും കാര്യക്ഷമതയും സൂചിപ്പിക്കുന്നുണ്ട്. 8,796 കോടി രൂപ കടബാധ്യത ഉണ്ടെങ്കിലും ഡെപ്റ്റ് ടു ഇക്വിറ്റി അനുപാതം 0.11 മാത്രമായതിനാൽ സാമ്പത്തികമായി കമ്പനി സുരക്ഷിതമാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 14.5% മാത്രമാണെങ്കിലും ഉയർന്ന ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കമ്പനിയുടെ കടം തിരിച്ചടയ്ക്കാനുള്ള ശേഷിയെ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിൽപ്പനയിൽ 12.4%വും ലാഭത്തിൽ 10% വളർച്ച കൈവരിച്ചെങ്കിലും കഴിഞ്ഞ 3 വർഷത്തെ നിക്ഷേപ റിട്ടേൺ -9.96% എന്ന നിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. ഇൻഫോസിസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് വന്നൊരു സ്റ്റോക്കാണിത്. ഇവിടെ ട്യൂസ്ഡേ 3 ഫെബ്രുവരി ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളൊരു സാധ്യത ബാക്കി നിൽക്കുന്നു. പക്ഷേ അത് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്നത് പോലെ മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. നമുക്കിവിടെ നോക്കുമ്പോൾ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷനിലാണ് വന്നത്. അതിനുശേഷം പതുക്കെ ഒരു ഹൈ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്റ്റോക്കിൽ ലാസ്റ്റ് ഒരു
തേഴ്സ്ഡേ ഫോം ചെയ്ത ക്യാൻഡിൽ അതിന് മുമ്പുള്ള 5 ക്യാൻഡിലുകളെ എൻഗൾഫ് ചെയ്തിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാരബോസു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈനിന് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു സ്റ്റോക്കിൽ. ലാസ്റ്റ് തേഴ്സ്ഡേ ആ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. അതേപോലെ തന്നെ ഒരു അപ്പർ ചാനൽ ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് എടുക്കുന്നതായിട്ടും കാണാം. ആ ഒരു ചാനലിൻ്റെ മുകളിലാണ് ക്രോസിങ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ലെവൽ 1304 രൂപ നിലവാരം നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അതിന് മുകളിൽ 1392 രൂപ റേഞ്ചിൽ നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. താഴെ ലെവൽസ് 1250 രൂപ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ ഫോം ചെയ്ത സമയത്ത് RSI ഒരു ഓവർ സോൾഡ് ലെവലിൽ നിന്ന് മുകളിലേക്ക് കയറിയതായിട്ട് കാണാം. ലാസ്റ്റ് 3 ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ RSI 37, 43, 48.91 എന്നിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും കാണാം. അതൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്. ഒരു സ്റ്റോക്കിൽ നമ്മൾ EMA ലെവൽസും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് ഡ്രോയിങ്സ് ഒന്ന് മാറ്റിയതിന് ശേഷം EMA ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിവിടെ EMA 20, 50, 100, 200 4 കീ മൂവിങ് ആവറേജാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ റെഡ് എന്നുള്ളത് EMA 20 ആണ്. അതിന് മുകളിലുള്ള യെല്ലോ EMA 50 ആണ്. അതിന് മുകളിലുള്ള ബ്ലൂ EMA 100 ആണ്. ഏറ്റവും മുകളിലുള്ള ഗ്രീൻ എന്നുള്ളത് EMA 200 ആണ്. ഇവിടെ ഈ ഒരു ഡേ നമ്മൾ നോക്കുമ്പോൾ 11 ഫെബ്രുവരി ആ ഒരു ദിവസം ഈ ഒരു EMA 20 എന്നുള്ള മൂവിങ് ആവറേജ് മറ്റെല്ലാ മൂവിങ് ആവറേജിനെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നായിട്ട് കാണാം. ഒരു ഡെത്ത് ക്രോസ് ഓവറാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റോക്ക് താഴേക്ക് പോയായിട്ട് നമുക്ക് കാണാം. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഫ്രൈഡേ നോക്കുമ്പോൾ EMA 20ക്ക് മുകളിൽ സ്റ്റോക്കിന് ക്ലോസിങ് ലഭിച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റു മൂവിങ് ആവറേജസിൻ്റെയും ഒരു റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ലൈവ് മാർക്കറ്റിൽ മൂവിങ് ആവറേജിൻ്റെ ലെവൽ മാറും. നമുക്ക് കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള ടൈം ഫ്രെയിം 4 അവർ ടൈം ഫ്രെയിം പോലെയുള്ള അല്ലെങ്കിൽ 2 അവർ ടൈം ഫ്രെയിം പോലെയുള്ള ക്യാൻഡിൽസും കൂടെ നമുക്ക് ഒബ്സേർവ് ചെയ്യാവുന്നതാണ്. ഇതേ ഒരു സ്റ്റോക്കിൽ നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇവിടെ നമ്മൾക്ക് നോക്കുമ്പോൾ അറിയാം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ നേരത്തെ ഡെയിലി കണ്ട ആ ഒരു കണ്ടിന്യൂസ് ക്യാൻഡിൽസ് തന്നെയാണ് ഇവിടെ വീക്ക്ലി ക്യാൻഡിൽസ് ആയിട്ട് മാറിയിരിക്കുന്നത്. തുടർച്ചയായ ആഴ്ചകളിൽ സ്റ്റോക്ക് താഴേക്ക് വന്നായിട്ട് കാണാം. ജനുവരി ലാസ്റ്റ് വീക്ക് മുതൽ കണ്ടിന്യൂസ് ആയിട്ടൊരു താഴേക്ക് വീണ സ്റ്റോക്കാണിത്. ഓഹരി വിപണിയിലെ വിൽപ്പന സമ്മർദ്ദം അതിനൊരു കാരണമാണ്. നമ്മൾ ലാസ്റ്റ് ഒരു 3 ആഴ്ച നോക്കുമ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയ രീതിയിൽ ഒരു ഹൈ ഫോർമേഷൻ കാണാൻ സാധിക്കും. അതിൽ തന്നെ ലാസ്റ്റ് വീക്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ്, ഇൻഫോസിസ് എന്നീ ഓഹരികളുടെ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റു 2 ഓഹരികളുടെ വിശേഷവുമായി വീണ്ടും കാണാം.